എന്താണ് ധ്യാനമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും കണ്ണുമടച്ച് നോക്കിയിരിക്കുന്ന, കണ്ണുമടച്ച് വെറുതെ ഇരിക്കുന്ന ഒന്നാണെന്ന്. ചിലർ പറയും നെറ്റിയെ നോക്കിയിരിക്കുന്ന ഒന്നാണ് എന്ന്. ചിലർ പറയും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ധ്യാനമെന്ന്. ചിലർ പറയും നമ്മുടെ ഉള്ളിലെ കുറച്ച് പൂന്തോട്ടത്തെയോ ഒക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന്. ചിലർ പറയും എന്തെങ്കിലും മന്ത്രജപത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും, അതാണെന്ന്. ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ നോക്കിയിരുന്ന് നിദ്രയിലേക്ക് പോകുമ്പോൾ അത് ധ്യാനമാണെന്ന് വെച്ചാൽ ആണ്. അത് എന്ത് ധ്യാനമാണെന്ന് വെച്ചാൽ ഭൗതിക ധ്യാനം. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഭൗതിക ധ്യാനം. ധ്യാനത്തിന്റെ ശരിയായ ഒരു തത്വത്തിലേക്ക് ആരും എത്തിയിട്ടില്ല. യോഗികളിൽ മാത്രം കണ്ടുവരുന്നതാണ് യഥാർത്ഥ ധ്യാനം. ഇന്ന് നമ്മുടെ ശിഷ്യന്മാർ ചെയ്യുന്നതും നമ്മൾ ഉൾപ്പെടെ ചെയ്യുന്നതുമാണ് ശരിയായ ഒരു ധ്യാനം. അത് ഗുരുപരമ്പരകളിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ധ്യാനം രണ്ട് വിധമാണ്. ഒന്ന് ഭൗതികവും ഒന്ന് ആത്മീയവും. ധ്യാനം എല്ലാം ആത്മീയമല്ല. ആധ്യാത്മികതയിൽ ധ്യാനമുണ്ട്. ആദിയിൽ നിന്നുകൊണ്ട് ആത്മീയയിലിരിക്കുക, അതൊരു ധ്യാനമാണ്. അതല്ല യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്നുള്ളത്. ആത്മീയതയിൽ അലിഞ്ഞു ചേരുന്ന ഒരു ധ്യാനമുണ്ട്, ഇല്ലാതാകൽ. അതാണ് യഥാർത്ഥമായ മോക്ഷം. ശരീരമാകുന്ന ആദിയിലിരുന്ന് ആത്മീയതയിൽ ഇരുന്നു കൊണ്ട് ആ ശരീരത്തെ ചലിപ്പിക്കുന്നതാണ് ആധ്യാത്മികത. അത് ക്ഷേത്രത്തിൽ നമുക്ക് ദേവതാരൂപങ്ങൾ, സങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്നാൽ മനസ്സിന്റെ ഒരു റിലീഫ്, മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചകൾ കാണുക, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശബ്ദങ്ങൾ കേട്ടുകൊണ്ട്, ചെവിയിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലുള്ളൊരു മറ്റൊരു ധ്യാനമാണ് ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രാണായാമമാണ്. പ്രാണായാമം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മൂക്കിന്റെ കീഴിലുള്ള ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് പ്രാണായാമത്തിന്റെ ഒരു കാര്യം. പ്രാണായാമം ചെയ്തുകൊണ്ടൊരിക്കലും ബ്രഹ്മത്തിലെത്തുന്നില്ല. പ്രാണായാമം നമ്മുടെ ശരീരത്തിലെ പ്രാണനെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ എത്തിക്കുന്ന ശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരിക്കലും ബ്രഹ്മമാവുന്നില്ല. ബ്രഹ്മം കേവലം ഒരു ശ്വാസം മാത്രമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അരൂപിയാണ്, അല്ലാതെ ശ്വാസമല്ല. ഇന്നും പല ആൾക്കാർക്കും തെറ്റിക്കിടക്കുന്ന ഒരു കാര്യമാണ്. ശ്വാസമാണ് ബ്രഹ്മമെന്നും ശ്വാസമാണ് ഗുരുവെന്നും തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നുമല്ല എൻ്റെ ഒരു ശാസ്ത്രം. അരൂപി എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത അവസ്ഥ എന്നാണ്. അതിന് ഒരു കാരണവശാലും സ്പർശനങ്ങളോ ഗന്ധങ്ങളോ നിറങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ പേര് തന്നെ ഉണ്ട്, അരൂപിയാകുന്നു ബ്രഹ്മം. രൂപമില്ലാത്ത അവസ്ഥയാണ് ജ്യോതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രഹ്മം എന്ന് പറഞ്ഞ ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു തത്വം. രൂപമില്ലാത്ത അവസ്ഥ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അറിയുന്ന ഒന്നാവരുത്. ഇപ്പോ ശ്വാസം എന്ന് പറയുന്നത്, ശ്വാസം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ഒന്നാണ്. മൂക്കിലൂടെ സ്പർശിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ശ്വാസത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ശ്വാസം ശരീരത്തിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയുന്നത്? ശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോകുമ്പോൾ 2-3 ഭാഗങ്ങൾ സ്പർശിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ തൊണ്ട, ഒന്ന് നമ്മുടെ മൂക്കിന്റെ ഉൾവശത്ത്, ഒന്ന് ശ്വാസകോശം വികസിക്കുമ്പോൾ, വയറനങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ ശരീരഭാഗങ്ങൾ ചലിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളത് തിരിച്ചറിയുന്നത്. ആ ശരീരഭാഗങ്ങളുടെ സ്പർശനങ്ങളിലും ആ ഒരു ചലനങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശ്വാസം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. എവിടെയാണ് നാം ചിന്തിക്കേണ്ടത്? സ്പർശനത്തിലൂടെ തിരിച്ചറിയുന്ന ഒന്നും തന്നെ ആത്മീയപ്പെടുന്നതല്ല, അത് ആധ്യാത്മികപ്പെടുന്നതാണ്, അത് ഭൗതികമാണ്. അപ്പോൾ ഭൗതികത്തിൽ അരൂപി എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത അവസ്ഥ. രൂപമുള്ള അവസ്ഥയെ എപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാണുന്നത്. രൂപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ അത് നമ്മുടെ ഉള്ളിലുള്ളതും സദാ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാകുന്നു. ആ ഒരു കാര്യത്തിൽ ആരാണ് ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുന്നത്, അവനാണ് യഥാർത്ഥമായ സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മുടെ ശിഷ്യന്മാരിലും നമ്മളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം. നിങ്ങൾക്കും അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. ഇതിന് പ്രത്യേകം എടുത്ത് പറയുന്നു, ഇതൊരു ജാതിയോ മതമോ ഒന്നുമില്ല. നമസ്കാരം.